നമ്മൾ ഈ പറയാൻ പോകുന്ന 7 അഡ്മേഴ്സാണ് റിയലി നമ്മുടെ മറൈൻസിന് കൂടുതൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരെ എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയാൻ പോകുന്നത് അവോക്കിച്ചി, ഇതാ ബ്ലൂ ഫെസന്റ്. ഗുസാൻ ആണെന്ന് പറയുന്നത് നമ്മുടെ സീരീസിലേക്ക് ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന അഡ്മോ എന്ന് വെച്ചാൽ നമ്മുടെ ലൂഫിയുടെ കേസിൽ. അപ്പോൾ ലൂഫി അഡ്മോസുമായിട്ട് നമ്മുടെ ഗുസാനുമായിട്ട് ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ നമ്മുടെ ലൂഫിക്ക് ഡെത്തിലേക്ക് വരെ എത്തുന്ന ഒരു സിറ്റുവേഷൻ വരെ നമുക്ക് സാധിച്ചുമായിരുന്നു നമ്മുടെ അഡ്മോസായ ഗുസാനുമായിട്ടുള്ള ഫൈറ്റിനകത്ത്. ആ സമയത്താണ് റിയലി ലൂഫി മനസ്സിലാക്കുന്നത് ഇല്ല അഡ്മോസ് എത്രമാത്രം പവർഫുൾ ആണ് എന്നൊരു പൊസിഷൻ. അപ്പോൾ നമ്മുടെ കുസാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുസാന്റെ റിയലി മൊത്തം പവർ ഇരിക്കുന്ന കുസാൻ ഡെൽഫൂട്ടിലാണ്. കുസാൻ ഡെൽഫൂട്ട് എന്ന് വെച്ചാൽ ഹിയ നോമി ഒരു ലോകിയ ടൈപ്പിലുള്ള ഡെൽഫൂട്ടാണ് റിയലി. അതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഐസായിട്ട് അവൻ്റെ കൺട്രോൾ ചെയ്യാനും ഐസിന് റിയലി ട്രാൻസ്ഫർ ചെയ്യുക അവൻ്റെ ബോഡി മൊത്തം ട്രാൻസ്ഫർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുമാണ് റിയലി അവൻ്റെ ആ ഒരു ഡെൽഫൂട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഐസ് റിയലി ഒരു സോളിഡ് എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഐസ് പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുസാൻ അതുപോലെ തന്നെ ബ്രേക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ നോർമലായിട്ടൊരു ഡെവൽ ഫുഡ് യൂസേഴ്സിന് പഞ്ച് കാണും കുസാൻ ബ്രേക്ക് ആവും. ആ ഒരു കുസാൻ ബ്രേക്ക് ആയാലും കുസാൻ ഇതിൽ മരിക്കത്തില്ല. ആ സിറ്റുവേഷൻ കുസാൻ വീണ്ടും റീഗെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പം നൈസാണ് കൂളാണ് റിയലി ഡെവൽ ഫുഡ് പവർ എന്ന് വെച്ചാൽ ഓൺലി ഹാക്കി യൂസേഴ്സിൻ്റെ പവർ മാത്രമേ റിയലി കുസാനെ എഫക്റ്റ് ചെയ്തതാണ് സത്യാവസ്ഥ. പിന്നെ നമ്മുടെ തന്നെ പറയാം ഓരോ ടൈപ്പ് ഓഫ് വെപ്പൺസ് റിയലി നമ്മുടെ കുസാന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഐസ് യൂസ് ചെയ്ത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഒരു കുസാനെ കുറിച്ച് നമ്മുടെ ഫ്യൂ റീൽസ് ഉണ്ട് ഡെവൽ ഫുഡ് യൂസേഴ്സ് ഒരാളാണ് അവർക്ക് അവരുടെ ആ ഒരു സിം ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു എബിലിറ്റി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവൽ ഫുഡിൽ യൂസേഴ്സ് ഒരാളാണ് നമ്മുടെ കുസാൻ അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന വ്യക്തി. അതിന് കാരണം വെച്ചാൽ റെഡി നമ്മുടെ കുസാൻ റെഡി നമ്മുടെ ആ ഒരു സീ മൊത്തം അങ്ങ് ഫ്രീസ് ചെയ്യും, അതിൻ്റെ പൊക്കത്തോടെ അങ്ങ് നടക്കും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഓവർകം ചെയ്യുകയാണ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ എനിമീസിൻ്റെ ഷിപ്പൊക്കെ മൊത്തത്തോടെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറയാൻ നമ്മുടെ കുസാൻ്റെ എബിലിറ്റി കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മുടെ കുസാനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് വേറെ നമ്മുടെ കുസാൻ റീഡ് നമ്മുടെ ഫ്ലീറ്റ് അഡ്മയർ ആവേണ്ട ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഗുസാൻ എന്ന് വെച്ചാൽ. ബട്ട് നമ്മുടെ ആ ഒരു അക്കൈനുമായിട്ടുള്ള ഫൈറ്റ് അക്കൈനും അവോക്കുജിയുമായിട്ട് നടന്ന ആ ഒരു ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ ഗുസാൻ അങ്ങ് തോറ്റു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഫെയിലായ സിറ്റുവേഷനിൽ അക്കൈനോട് അണ്ടർ അക്കൈന് ഫ്ലീറ്റ് അഡ്മയർ അങ്ങനെ അക്കൗണ്ടിനോട് അണ്ടർ വർക്ക് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ റിയലി നമ്മുടെ അവോക്കുജി അങ്ങ് ലെഫ്റ്റ് ചെയ്ത് നേരെ സ്ട്രൈറ്റ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്രൂ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബ്ലാക്ക് ബീഡ്സിന് ക്രൂവിൽ ചെന്ന് ജോയിൻ ചെയ്യുകയുണ്ടായിരുന്നു. അപ്പം റിയലി അവോക്കുജി ഒരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അഡ്മയർ ആണ് റിയലി നമുക്ക് പറഞ്ഞാൽ റീക്കുഗു ദ ഗ്രീൻ ബുൾ. നമ്മുടെ അഡ്മേഴ്സ് രണ്ടുപേരായ അക്കൈനും അവോക്കുജിയും ലെഫ്റ്റ് ചെയ്ത പൊസിഷനിലേക്ക് നമ്മുടെ ടൈം സ്കിപ്പിന് ശേഷം വന്ന രണ്ട് അഡ്മേഴ്സായിരുന്നു നമ്മുടെ റീക്കുഗ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ റീക്കുഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റീസെൻ്റായിട്ട് നമ്മുടെ റീക്കുഗ നമ്മുടെ റെവല്യൂഷൻ ആർമീസിൽ ഉണ്ടായിരുന്ന നമ്മുടെ സാബുവിനെതിരെയും പിന്നെ മറ്റു കുറച്ച് മെമ്പേഴ്സിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മാത്രമല്ല നമ്മുടെ റീക്കുഗു നമ്മുടെ കിങ്ങും ആൻഡ് ക്യൂവും നമ്മുടെ ബീസ്റ്റ് ആർമീസിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കിങ് ആൻഡ് ക്യൂവിനെ റിയലി ഡിഫീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ബൗണ്ടറിയിൽ 1 ബില്യത്തിന് ഓവർ ബൗണ്ടറി ഉണ്ട ആൾക്കാരായിരുന്നു നമ്മൾ റീക്കുഗ് ലിഫ്റ്റ് ചെയ്ത്. അപ്പോൾ റീക്കുഗ് നമ്മൾ കഴിച്ച ഡെവൽ ഫ്രൂട്ട് എന്ന് നോക്കുകയാണെങ്കിൽ മുറി നോമി ഒരു ലോഗിയ ടൈപ്പ് ഡെവൽ ഫ്രൂട്ടാണ് റീല് നമ്മുടെ റീക്കുഗ് കഴിച്ചിരിക്കുന്നത്. അതാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റ് കൺട്രോൾ ആൻഡ് ട്രാൻസ്ഫോം ഹിസ് ബോഡി മൊത്തത്തോടെ ഇൻറ്റു പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ. അപ്പം ഒരു നോൺ ഹാക്കി അറ്റാക്സ് ഒന്നും റീല് നമ്മുടെ റീക്കുഗിൻ്റെ കേസിൽ ഒന്നും അഫക്റ്റ് ആവത്തില്ല എന്നാണ് സത്യാവസ്ഥ. അത് മാത്രമല്ല റീക്കുഗ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആണ് റീല് നല്ല ഹീലിംഗ് പവർ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റീക്കുഗ്. അത് മാത്രമല്ല റീക്കുഗ് അവൻ്റെ ഇപ്പോൾ ബോഡിയിൽ ഏതും പാട്ട് ഇപ്പോൾ കട്ടായപ്പോൾ സംതിങ് ലൈക്ക് ദറ്റ് ഹാപ്പൻ ആണെങ്കിൽ റിയലി അത് റീഗെയിൻ ചെയ്യാനുള്ള പവർ നമ്മുടെ റീക്കുഗ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ബീസ്റ്റ് പൈററ്റ്സിനെതിരെ അറ്റാക്ക് ചെയ്ത ആ ഒരു സമയത്ത് റിയലി റീക്കുവിന് ആ ഒരു ആംസ് റിയലി സ്കെയിൽസ് പോലത്തുള്ള പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരെ മൊത്തത്തോടെ അങ്ങ് ബോഡിയിലോട്ട് മൊത്തം കടത്തി അങ്ങ് കില്ല് ചെയ്ത് കളയായിരുന്നു റിയലി നമ്മൾ റീക്കുവ് ചെയ്തിരുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇവിടെ ഈ കടത്തിനെ ഈ റിയലി ആ ഒരു ഹാൻഡിൽ ഈ റീക്കുവിൻ്റെ പ്ലാന്റ്സ് റിയലി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേറ്റ് ആയിട്ട് റിയലി നമ്മുടെ വാട്ടർ ഒന്നും ഇല്ലാതെ മരിച്ചു എന്നൊരു ഹ്യൂമൻസ് ഒരു സ്കേഴ്സായിട്ട് സിറ്റുവേഷൻ റീക്കുവ് ഉണ്ട്. അപ്പം റീക്കുവ് റിയലി കൂളാണ്. ബട്ട് നമ്മുടെ അവോക്കുജിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റീക്കുക്ക് അത്രയും പവർ ആവുന്നില്ല എന്നൊരു സത്യാവസ്ഥ നമുക്ക് പറയാം. അവോക്കുജിയുടെ കാരണം അവോക്കുജി റിയലി ഇപ്പോഴും ഒരു മോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ കിസാറു ദ യെല്ലോ മങ്കി അവോക്കുജി ലെഫ്റ്റ് ചെയ്തതിനു ശേഷം അക്കൈന് റിയലി പ്രൊമോട്ട് ചെയ്തതിനു ശേഷം ആ 3 പേര് ഇപ്പോഴും അഡ്മയർ സ്ഥാനത്ത് ലെഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ കിസാറു എന്ന് വെച്ചാൽ. കിസാറുടെ ആ ഒരു പ്രസൻസ് മാത്രം മതി റിയലി സാധാരണ പാരൻസ് പേടിച്ചു പോകുന്നുണ്ട്. അത്രമാത്രം പവർഫുൾ ആയിരുന്നു നമ്മുടെ കിസാറു എന്ന് വെച്ചാൽ. കിസാറു നമ്മുടെ പ്രീവിയസ് പൈററ്റ് കിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് സിൽവർ റെയിലിയുടെ വരെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് റിയലി നമ്മുടെ സിൽവർ റെയിലിയാണ് മൊത്തത്തോടെ മടുത്തു പോയായിരുന്നു നമ്മുടെ കിസാറുമായിട്ട് ഫൈറ്റ്. ബട്ട് അന്നാണ് നമ്മുടെ കിസാറു ആ സമയത്ത് റിയലി ഒരു കൂളായിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ആ ഫൈറ്റ് തുടർന്നുകൊണ്ട് നിന്നെങ്കിൽ നമ്മുടെ റെയിലിന് ചിലപ്പം ആ സമയത്ത് ഡെത്ത് വരെ സംഭവിച്ചു പോയേനെ എന്ന് നമുക്കൊണ്ട് പറയാൻ സാധിക്കും. നമ്മുടെ മറൈൻ ഫോർട്ടിൻ്റെ വാർഡിലാണ് നമ്മുടെ കിസാറുടെ മൊത്തത്തോടെ എബിലിറ്റീസ് മൊത്തം നമ്മൾ ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. റിയലി നമ്മുടെ വൈറ്റ് ബീഡുമായിട്ട് റിയലി നമ്മുടെ ഫൈറ്റ് ചെയ്തത്. അത് മാത്രം വൈറ്റ് ബീഡ് ഡിവിഷൻ ക്യാപ്റ്റൻസുമായിട്ട് കിസാറു കുറേ നേരം ഫൈറ്റ് ചെയ്ത്
റീൽ നിന്നിട്ടുണ്ട് എന്നാണ് സത്യാവസ്ഥ. അതുമാത്രം നമ്മുടെ കിസാറുടെ മൊത്തത്തോടുള്ള ഫൈറ്റ് നമ്മുടെ സ്ട്രെങ്ത് നിൽക്കുന്ന കിസാറുടെ ആ ഡേൾ ഫുട്ടിലാണ്. അതന്നെ പിക്കാൻ നോമി അവൻ്റെ ഒരു ഡേൾ ഫുട്ടാണ് നമ്മുടെ കിസാർ പോസസ് ചെയ്യുന്നത്. അതിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അവന് ലൈറ്റായിട്ട് അവന് ഫുൾ ബോഡിയും ട്രാൻസ്ഫർ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ആ ഒരു ഡേൾ ഫുഡിൻ്റെ പവർ എന്ന് വെച്ചാൽ. ആ ലൈറ്റിൻ്റെ സ്പീഡിൽ അവന് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഡേൾ ഫുഡിൻ്റെ പവറും കൊണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം വെച്ചാൽ ഇവന് ഈസിലി മറ്റു സ്ഥലത്തോട് ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവൻ്റെ ബോഡി ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത്രമാത്രം സ്പീഡിലാണ് അവൻ പോകുന്നത്. അത്രയും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുക അത്രയും പെട്ടെന്ന് തന്നെ അവൻ അടുത്ത സ്ഥലത്തോട് ടെലിപ്പോർട്ട് ചെയ്യാൻ പോകാൻ സാധിക്കുന്നതാണ്. മൊത്തം നല്ല ഫിസിക്കൽ സ്ട്രെങ്തും കൂടി അവനുണ്ട്. അവന് വേറൊരു മെയിൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അവൻ്റെ സ്ട്രെങ്ത് മൊത്തം അവൻ്റെ ലെഗിലേക്ക് ആക്ച്വലി അങ്ങ് നല്ല സ്പീഡിലേക്ക് കിക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഹൈ മൊമെൻറ്റമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് റിയലി എനിമീസൊക്കെ തെറിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം റിയലി നമ്മുടെ കിസാറു റിയലി വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള അഡ്മേഴ്സ് ആണ് റിയലി ഇപ്പോഴത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ന് നമുക്കാണ് പറയാൻ സാധിക്കും. ബ്ലാക്ക് ആം സെഫർ ഒരു ഫോർമർ മറൈൻ അഡ്മോറാണ് നമ്മുടെ ബ്ലാക്ക് ആം സെഫർ എന്ന് വെച്ചാൽ. അത് മാത്രമേ കമാൻഡിങ് ചീഫ് ഓഫീസർ ഓഫ് നിയോ മറൈൻസ് ആയിരുന്നു നമ്മുടെ ബ്ലാക്ക് ആം സെഫർ. പുള്ളിക്കാണ് റിയലി കണ്ടത് നമ്മുടെ ഒരു വൺ പീസ് ഫിലിം സെഡിലാണ് റിയലി പുള്ളിയെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് നോക്കുകയാണ് റിയലി നമ്മുടെ സ്ട്രോ ഹാറ്റുമായിട്ടൊരു ക്ലാഷ് നടക്കുന്നുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ആ സമയത്ത് റിയലി സ്ട്രോ ഹാറ്റൊക്കെ ഒന്നും അല്ലാതായി പോയായിരുന്നു പുള്ളിയുടെ ഫ്രണ്ട് വെച്ച്. അപ്പോൾ പുള്ളിക്കാരൻ റിസൈൻ ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ ഒരു ഇൻസ്പെക്ടർ ഓഫ് മിലിറ്ററി ആയിട്ട് പുള്ളിക്കാരനെ ആവാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പുള്ളി കുറേ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്ത് വിട്ട കുറേ മറൈൻ ഓഫീസർ ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സിൽ തന്നെ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ കിസാറു, അവോക്കിജി, അക്കൈനു എന്നിവരൊക്കെ. ഇവരൊക്കെ പുള്ളിക്കാരൻ ട്രെയിനിങ്ങിൻ്റെ അണ്ടറിൽ വന്ന് ടോപ്പ് ലെവലിൽ ആയവരാണ്. പുള്ളിക്കാരൻ റിയലി മോർ പവർഫുൾ ആയിട്ടൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല നമ്മുടെ ഉള്ളി അഡ്മർ വിത്തൗട്ട് ഡെവിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരേ ഒരു വ്യക്തി റിയലി നമ്മുടെ ജഫറാണ്. കാരണം പുള്ളിക്കാരൻ ഒരു ഡെവിൾ ഫ്രൂട്ടും പോസസ് ചെയ്യുന്ന മൊത്തം പവറും പുള്ളിക്കാരൻ്റെ ഫിസിക്കൽ സ്ട്രെങ്തിലാണ് ഉള്ളത്. പുള്ളിക്കാരൻ്റെ ആമൊക്കെ നല്ല പവർഫുൾ ആമാണ് റിയലി. നല്ല ഇടിയൊക്കെ കിട്ടും പുള്ളിക്കാരനോട് പോയി ചെന്ന് കഴിഞ്ഞാൽ. അത് മാത്രമല്ല പോലെ നല്ല സ്ട്രെങ്ത് പുള്ളിക്കാരൻ്റെ ഹാക്കിയിലും പോസസ് ചെയ്യുന്നു എന്നതാണ് സത്യാവസ്ഥ. ഒരു നോൺ കാനോൺ ആക്ടർ ആണ് എന്നൊരു റീസൺ കൊണ്ട് തന്നെ പുള്ളിക്കാരനെ കുറിച്ച് വലിയ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ബട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ പവർഫുൾ ആണ് ഗൈസ് എന്ന് വെച്ചാൽ. നമ്മുടെ ഒരു സമയത്ത് പുള്ളിക്കാരൻ കിസാറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ആ സിനിമയ്ക്ക് അത് കാണാൻ പറ്റും. ബട്ട് പുള്ളിക്കാരൻ നോൺ കാനോൺ ആക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ കുറിച്ച് മറ്റ് ഇൻഫർമേഷൻ നമുക്കില്ല. ഗ്രീൻ ബുള്ളിനെ പോലെ തന്നെയാണ് നമ്മുടെ ചൈനീസ് സ്കിപ്പിൻ്റെ ഇടയ്ക്ക് റിയലി അഡ്മയർ ആയ ഒരു വ്യക്തിയായിരുന്നു റിയലി നമ്മുടെ ഫുജിറ്റോറ എന്ന് വെച്ചാൽ. പുള്ളിക്കാരുടെ ഗോൾ എന്ന് വെച്ചാൽ മാക്സിമം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ഗോളായിട്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. പുള്ളിക്കാരൻ്റെ വേറൊരു കാര്യം കൊണ്ടുകൊണ്ട് സാധാരണ ഇന്നസെൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ആരും റിയലി ഒരു പ്രോബ്ലത്തെ ഏർപ്പെടാതെ ഇപ്പം കൊല്ലാവുന്ന സാധിക്കും ഹാം ചെയ്യാതെ നിൽക്കണം എന്നൊരു വ്യക്തിയും കൂടെ അതിൽ ഫുഡ്. പുള്ളിക്കാരൻ ആ ഒരു പ്രിറ്റി കൂളായ വ്യക്തിയാണ് റിയലി പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യക്തിയാണ് റിയലി നമ്മുടെ അഡ്മേഴ്സിന് കേസ് കൊടുക്കുക. അതനുസരിച്ച് പുള്ളിക്കാരൻ സ്ട്രോങ്ങസ്റ്റ് തന്നെയാണ്. പുള്ളിക്കാരൻ നമുക്കറിയാം പുള്ളിക്കാരനും നമ്മുടെ സാബുവിനെതിരെ റിയലി ഫൈറ്റ് ചെയ്തിരുന്നു. നമ്മുടെ റെവല്യൂഷൻ ആർമീസ് ആയിട്ടുള്ള വ്യക്തികളും പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്തത്. അത് മാത്രമല്ല പുള്ളി നമ്മുടെ ജാക്കിനെ ഡിഫീറ്റ് ചെയ്തത്. നമ്മുടെ കൈയുടെ കമാൻഡർ ആയിരുന്നു, ടോപ്പ് കമാൻഡറായ ജാക്കിനെ ഡിഫീറ്റ് ചെയ്തത് നമ്മുടെ ഫുജിറ്റോറയായിരുന്നു. പുള്ളി റിയലി ബ്ലൈൻഡ് പേഴ്സൺ ആണ്. ബട്ട് പുള്ളിക്കാരൻ്റെ കൈ ഹൈ ഒബ്സർവേഷൻ ആക്കി പുള്ളിക്കാരൻ പോസസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ പുള്ളിക്കാരൻ ഡെൽ ഫ്രൂട്ട് ചെയ്യുന്നത് സുഷി നോമി റിയലി ഡെൽ ഫ്രൂട്ടാണ് പുള്ളിക്കാരൻ പോസസ് ചെയ്യുന്നത്. ഒരു പാരമേഷ്യ ടൈപ്പ് ഡെൽ ഫ്രൂട്ടാണ്. അതിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വെച്ചാൽ അലൗ ടു കൺട്രോൾ നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സസ് റിയൽ കൺട്രോൾ ചെയ്യാൻ അത് അവന് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്ത് ചെയ്യാനും നമ്മുടെ ആൾക്കാരുടെ റിയലി നമ്മുടെ ഗ്രൗണ്ടിലേക്ക് മാത്രമായിട്ട് പീപ്പിൾസിനെ പോസസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗ്രാവിറ്റിയെ കുറിച്ച് ആൾക്കാരെ മൊത്തം മുകളിലേക്ക് പുള്ളി ചെയ്ത് കളയാനും ജസ്റ്റ് ഒരു എബിലിറ്റി റിയൽ നമ്മുടെ ഫുജിറ്റോറൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ആൾ റിയലി മാസ്റ്റർ ഇൻ സോർട്ട് സ്റ്റൈലും റിയൽ മാസ്റ്ററാണ്. കാരണം നമ്മുടെ സോറയ്ക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ നല്ല സോർട്ട് സ്റ്റൈലും പുള്ളിക്കാരൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്കൈനു ദ റെഡ് ഡാർക്ക് ഇപ്പോഴത്തെ കറണ്ട് ഫ്ലീറ്റ് അഡ്മയർ ആണ് നമ്മുടെ അക്കൈനു. അത് മാത്രമല്ല നമ്മുടെ ഫാൻസിന് കേസിൽ നമ്മുടെ എല്ലാവരുടെയും കേസിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് അഡ്മയർ എന്നറിയപ്പെടുന്ന അക്കൈനു തന്നെയാണ് ഗൈസ്. അപ്പം നമ്മുടെ അക്കൈനു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മോർ ഫുൾ ഓഫ് ദ മറൈൻ റേഡിയോ അക്കൈനയുടെ കൺട്രോളിലാണ് റേഡിയോ വരുന്നത്. അക്കൈന റേഡിയോ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഫസ്റ്റ് കോൾ എവിടെ നടക്കണം എന്ന കാര്യങ്ങളൊക്കെ നിയമിക്കുന്നത് നമ്മുടെ അക്കൈന തന്നെയാണ്. അപ്പോൾ പിന്നെ അക്കൈന കേസ് വൺ ഓഫ് ദ ഒരു പേഴ്സൺ അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്ന ഒറ്റ കേസ് മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് റേഡിയോ നമ്മുടെ അക്കൈന എന്ന് വെച്ചാൽ. എന്ത് ചെയ്താലും ഏത് ഈവിൾ പ്രവൃത്തി ചെയ്താലും ആരെ കൊല്ലേണ്ടി വന്നാലും ഏത് ഇന്നസെൻറ്റ് വ്യക്തിയെ കൊല്ലേണ്ടി വന്നാലും പുള്ളിക്കാരൻ ആ ഒരു ജസ്റ്റിസ് നടത്തിയിരിക്കുന്നത്. പുള്ളിക്കാരൻ ആ ഒരു ഗേൾ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ മൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ. ആ ഒരു ഗോൾ മാത്രം ഒരു എന്താ പറയുക നമ്മുടെ ടൈംസ് സ്ക്വയർ മുമ്പിലുള്ള 3 അഡ്മേഴ്സറൊക്കെ കേസ് എടുത്ത് നോക്കാൻ അവരേറ്റവും റുത്ത്ലെസ് ആയിട്ടുള്ള വ്യക്തി റീഡ് നമ്മുടെ അക്കൈന് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അക്കൈൻ്റെ കേസ് എടുത്ത് നോക്കണം. പിന്നെ വേറെ നമുക്ക് പറയാനുള്ളത് അക്കൈന് നമ്മുടെ വൈറ്റ് ബീഡിനെതിരെ ഫൈറ്റൊക്കെ ചെയ്തിരുന്നു. അത് മാത്രമല്ല നമ്മുടെ വൈറ്റ് ബീഡ് കുറച്ച് ഡാമേജ് അക്കൈന് കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല നമ്മുടെ അക്കൈനും ആണെങ്കിൽ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗം മൊത്തത്തോടെ കത്തിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മറൈൻ ഫോർട്ടിൽ അടി എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അത് മാത്രം നമ്മുടെ അക്കൈനും ആണെങ്കിൽ നമ്മുടെ ഏസുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഏസിനേക്കാൾ എന്തുമാത്രം ഫാർ പൊക്കത്താണ് നമ്മുടെ അക്കൈനും നമുക്ക് കാണിച്ചു തന്നത്. അക്കൈന് റീഡ് നമ്മുടെ ഏസിൻ്റെ
ഡെത്തിന് കാരണമായിരുന്ന റീല് നമ്മുടെ അക്കൈനുമായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ഇനി പറയുന്ന അക്കൈനെ കുറിച്ച് നമ്മളെ ടൈം സ്കിപ്പിന് ശേഷം വലിയ കാര്യമായിട്ടൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്കറിയാം അക്കൈന് ടൈം സ്കിപ്പിന് വളരെയധികം ഫാർ ഇപ്പോഴും ബെറ്റർ ആയിട്ട് വലിയ പൊസിഷനിൽ എത്തി കാണും. അത് മാത്രം പവർഫുൾ ആയി കാണും നമുക്കെന്ന് വിശ്വസിക്കാം. നമ്മുടെ അവസാനം ലൂഫിയുടെ ആ ഒരു ജേർണി, അവസാനം വൺ പീസ് കണ്ടുപിടിക്കാനുള്ള ജേർണി, ആ കിങ് ഓഫ് വയററ്റ് ആവുന്ന ജേർണി റീല് അവസാനം ഒരു ഒബ്സ്റ്റിക്കിൾ ആകാൻ വേണ്ടി പോകുന്നൊരു അഡ്മറാണ് റീഡ് നമ്മുടെ അക്കൈൻ എന്ന് വെച്ചാൽ. സെങ്കോക്കു ദ ബുത്ത ഫോമർ ഫ്ലീറ്റ് അഡ്മയർ ആയിരുന്നു നമ്മുടെ സെങ്കോക്കു. നമ്മുടെ ഹാഫ് ഓഫ് ദ സീരീസ് വരെ സെങ്കോക്കു ആയിരുന്നു നമ്മുടെ ഫ്ലീറ്റ് അഡ്മയർ. നമ്മുടെ മേജർ ഫിഗർ ആയിരുന്നു നമ്മുടെ വൈറ്റ് ബിയൻ്റെയും ഷിക്കിയുടെയും കാർപ്പിൻ്റെ സമയത്തൊക്കെ. നമ്മുടെ ടൈം സ്കിപ്പിന് ആ ശേഷം പുള്ളിക്കാരൻ്റെ ഒരു ജനറൽ ഇൻസ്പെക്ടർ ആക്കി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ പൊസിഷൻ അങ്ങ് അക്കൈനും അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് വേറെ കാര്യമായിട്ട് നമ്മുടെ വൺ ഓഫ് ദ ലെജൻഡറി പൈററ്റായിരുന്നു ഷിക്കിയ. പുള്ളിക്കാരനെ സ്റ്റോപ്പ് ചെയ്യാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു റീല് നമ്മുടെ സെങ്കോക്കു എന്ന് വെച്ചാൽ. പിന്നെ പുള്ളിക്കാരനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്കറിയാം പുള്ളിക്കാരൻ നമ്മുടെ സമ്മർ ടു വാറിൻ്റെ കേസിൽ നമ്മുടെ വൈറ്റ് ബിയനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു കേസ് പുള്ളിക്കാരൻ നല്ല കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. വൈറ്റ് ബിയനെ റിയലി നല്ല ഡാമേജ് കൊടുക്കാനും വൈറ്റ് ബിയൻ്റെ ഒരു ക്രൂവിലുള്ള വ്യക്തി റിയലി വൈറ്റ് ബിയനെ എഗെയിൻസ്റ്റ് ആക്കാൻ വരെ സാധിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സെങ്കോക്കു. പിന്നെ പുള്ളിക്കാരൻ കഴിച്ച ഒരു ഹിറ്റോ നോമി ഡയബുഡ്സു മോഡൽ ഒരു മിത്തിക്കൽ സോ ആൻഡ് ടൈപ്പ് ഡേൾ ഫുഡ് ആയിരുന്നു നമ്മുടെ സെങ്കോക്കു പൊസസ്. അതിൻ്റെ ഹെൽപ്പ് അത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സെങ്കോക്കു ഒരു ലാർജ് ഗോൾഡൻ ബുത്തയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ആ ബുത്തയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവൻ വലുതാവുകയും ഇല്ല, അവൻ്റെ ആ എനർജിയും സ്ട്രെങ്ത് മൊത്തം ഹൈ ആയിട്ടങ്ങ് ഇൻക്രീസ് ചെയ്യുന്നു. അത് കാരണം അവന് ലാർജ് ഷോക്ക് വേവ്സ് അവൻ്റെ കൈ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ആ ഷോക്ക് വേവ്സ് അടിച്ചു കഴിഞ്ഞാൽ ആരും പറന്നു പോകും. ഇല്ല നമ്മൾ ബ്ലാക്ക് ബീഡൊക്കെ പറന്നു പോയാലും സിറ്റുവേഷൻ ആയിരുന്നു ഇത് നമ്മുടെ മറൈൻ ഫോർട്ടിൽ നടന്നതെന്ന് വെച്ചാൽ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. നമ്മൾ അഡ്മേഴ്സൊക്കെ റാങ്ക് എന്ന് വെച്ചാൽ അവരുടെ പവർ അനുസരിച്ചല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കളിക്കുക ഓളി. ഓക്കെ.